സാദാ ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് കുറച്ചൊരു പഴക്കമുണ്ട് കേട്ടോ. കാര്യം ഞാനിതൊരു 2-3 വർഷം മുമ്പ് ഇട്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്, എന്നാൽ നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടാക്കാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു അധികം വലിയ പീസാക്കണ്ട, ഒരു കറി പീസ് ആ ഒരു രീതിയിൽ എടുത്തോ. ഇനി കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം ഒരു 10-15 എണ്ണമൊക്കെ എടുത്തോ, എരിവിന് ആവശ്യമുള്ളത് കേട്ടോ. ചിക്കനൊക്കെ എടുക്കുന്നതിനനുസരിച്ച് എടുക്കുക. ഇനി അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അതിന് ഞെട്ടെല്ലാം കളഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ, പേസ്റ്റ് ആയിട്ട് പോകണ്ട. ഇനി ചിക്കൻ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മുളകിൻ്റെ പേസ്റ്റ് ഇല്ലേ അതിട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ വഴറ്റാൻ ഉപയോഗിക്കുന്ന അത്രയും എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മറ്റു മസാലകളും ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ്, പിന്നെ ലോ ഫ്ലെയിമിൽ ചിക്കൻ കുക്കാകുന്നവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി ചതച്ചത്, അല്ലെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തോ. കാര്യം ഒരു ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു കുഴഞ്ഞ മസാല അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. എനിക്ക് അതാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗീ റൈസും അതുപോലെ തന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളൊരു അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഇതാണ് കേട്ടോ നമ്മളെ ലഞ്ച്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ മാങ്ങ അച്ചാർ, പഴുത്ത മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്, ഗീ റൈസും. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.